Hi dear students, ലേണേഴ്സിൻ്റെ ഓൺലൈൻ ട്യൂട്ടർ പ്രോഗ്രാമിലേക്ക് LOTയിലേക്ക് എല്ലാ സ്റ്റുഡൻസിനും സ്വാഗതം. 10ാം ക്ലാസ്സിൽ കെമിസ്ട്രി പാഠഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പൊതുവേ വളരെ സിമ്പിളാണ് നമ്മുടെ ചാപ്റ്ററുകളെല്ലാം തന്നെ. 7 പാഠഭാഗങ്ങളാണ് 10ാം ക്ലാസ്സിൽ നമുക്ക് പഠിക്കാൻ വരുന്നത്. പാർട്ട് 1 ടെക്സ്റ്റ് പുസ്തകത്തിൽ 4 പാഠഭാഗങ്ങളും പാർട്ട് 2 ടെക്സ്റ്റ് പുസ്തകത്തിൽ 3 പാഠഭാഗങ്ങളും അങ്ങനെ 7 ചാപ്റ്ററുകളാണ് മൊത്തം നമുക്ക് കവർ ചെയ്യേണ്ടി വരുന്നത്. ഇന്നേക്ക് നമ്മൾ അതിലെ ഫസ്റ്റ് ചാപ്റ്റർ ഏറ്റവും സിമ്പിൾ ചാപ്റ്റർ ആയിട്ടുള്ള പീരിയോഡിക് ടേബിളാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും എന്ന് പറയുന്ന ആദ്യത്തെ ഏറ്റവും ലളിതവുമായിട്ടുള്ള ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും കേട്ട് പരിചയിച്ചിട്ടുള്ള ഷെല്ലെന്ന് പറയുന്ന ആറ്റത്തിൻ്റെ മാതൃക എന്ന് പറയുന്ന കുഞ്ഞു ക്ലാസ്സുകളിൽ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ നമ്മൾ കേട്ട് പരിചയിച്ച പദങ്ങളിൽ ഊന്നിയിട്ടുള്ളതാണ് ഫസ്റ്റിലെ ചാപ്റ്ററുകൾ. ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് എന്നിങ്ങനെ നമ്മൾ കേട്ട് പരിചയിച്ചിട്ടുണ്ടാവും. ആറ്റത്തിൻ്റെ ആഴങ്ങളിലേക്ക്, കേന്ദ്രങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ അതിനകത്തേക്ക് ഷെല്ലിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെയും കേന്ദ്രത്തിൽ ആഴങ്ങളിൽ എന്താണുള്ളതെന്നാണ് നമ്മുടെ ആദ്യ പാഠം നമ്മെ പഠിപ്പിക്കുന്നത്. ചാപ്റ്ററിലേക്ക് പോകാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ശ്രദ്ധിച്ചു നോക്കണം. ഇതാണ് ഒരു ആറ്റത്തിൻ്റെ മോഡൽ എന്ന് പറയുന്നത്. ബോർ മോഡലാണ് ഇവിടെ നമ്മൾ വരച്ചിട്ടുള്ളത്. സെൻറ്റർ ഓഫ് ആൻ ആറ്റം, ന്യൂക്ലിയസ് എന്ന് പറയാം. ന്യൂക്ലിയസിൻ്റെ ചുറ്റുഭാഗത്തായിട്ട് ഇലക്ട്രോൺസിൻ്റെ സഞ്ചാരപാതയായിട്ടുള്ള ഷെല്ലുകൾ കാണാം. ഷെല്ലിനെ നമ്മൾ ഓർബിറ്റ് എന്നും പറയാറുണ്ട്. എനർജി ലെവൽസ്, ഊർജ്ജനിലകൾ എന്നുകൂടെ പറയാം. എന്തുകൊണ്ടാണ് ഇവരെ ഊർജ്ജനിലകൾ എന്നുകൂടെ പറയാനുള്ള കാരണം ശ്രദ്ധിച്ചു നോക്കണം. ആദ്യ ഷെല്ലാണ് കെ ഷെല്ല്, KLMN. ഇതിനെ നമ്മൾ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ വലിയ അക്ഷരങ്ങളെ കൊണ്ടാണ് സൂചിപ്പിക്കേണ്ടത്. അതിലെ കുഞ്ഞു ഷെല്ലായ ഫസ്റ്റ് ഷെല്ലായ ന്യൂക്ലിയസിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന കെ ഷെല്ലിൻ്റെ മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത് 2 ഇലക്ട്രോണുകൾക്കാണുള്ളത്. ഒരു ബൈക്ക് പോലെ. ഒരു ബൈക്കിൻ്റെ കേസിൽ മാക്സിമം സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 2 പേർക്കാണ്. എന്ന പോലെ ഫസ്റ്റ് ഷെല്ല് കെ ഷെല്ലാണ്. 2 പേർക്ക് 2 ഇലക്ട്രോൺസിന് സഞ്ചരിക്കാനുള്ള പാതയുള്ളൂ. സെക്കൻഡ് ഷെല്ലാണ് രണ്ടാമത്തത് L ഷെല്ലിൽ 8 പേർക്ക് മൂവ് ചെയ്യാം. തേർഡ് ഷെല്ലാണ് M ഷെല്ല്, 18 പേർക്ക് മൂവ് ചെയ്യാം. 4ാമത്തെ ഷെല്ലാണ് N ഷെല്ല്, 32 പേർക്ക് മൂവ് ചെയ്യാം. ഇങ്ങനെയാണ് ഒരു ആറ്റത്തിൻ്റെ സ്ട്രക്ചർ കിടക്കുന്നത്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ എന്താണുള്ളതെന്ന് നോക്കാം. ഇപ്പം ഇതിൽ ഫസ്റ്റ് ഷെല്ലായ കെ ഷെല്ല്, ഈ ഓരോ ഷെല്ലിനും അതിൻ്റെ ഉൾഭാഗങ്ങളിലായിട്ട് കുഞ്ഞു കുഞ്ഞു ശാഖാ ഷെല്ലുകൾ, ബ്രാഞ്ചുകൾ ഉണ്ടെന്ന് നമുക്ക് പറയാം. ഇപ്പോൾ ഫസ്റ്റ് ഷെല്ല് കെ ഷെല്ല്, 1ാമത്തെ ഷെല്ലായതുകൊണ്ട് കെ ഷെല്ലിന് ഒരേ ഒരു സിംഗിൾ ബ്രാഞ്ച് മാത്രമാണ് ഉള്ളത്. ഷെല്ലിൻ്റെ ബ്രാഞ്ച് ആയതുകൊണ്ട് അതിനെ നമ്മൾ പുതിയൊരു പദം ഉപയോഗിച്ച് പറയാം. ഷെല്ല്, അതിൻ്റെ ശാഖാ ഷെല്ലിനെ വിളിക്കേണ്ട പദമാണ് സബ്ഷെൽ എന്ന് പറയാം. സബ്ഷെൽ. അപ്പോൾ ഷെല്ലിനെ വിളിക്കുന്ന 3ാമത്തെ ഒരു വാക്ക് ഞാൻ നേരത്തെ പറഞ്ഞു. ഷെല്ല്, ഓർബിറ്റ് കൂടാതെ ഊർജ്ജനിലകൾ എന്ന് പറയുന്നൊരു പദം കൂടെ വരും. എനർജി ലെവൽസ് എന്ന പോലെ സബ്ഷെല്ലുകൾ വേണമെങ്കിൽ നമുക്ക് സബ് എനർജി ലെവൽസ്, അതല്ലെങ്കിൽ ഉപ ഊർജ്ജനിലകൾ എന്നുകൂടെ വേണമെങ്കിൽ വിളിക്കാം. അപ്പോൾ നമ്മളൊക്കെ പറയാറുള്ളതാണ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. ഇൻസ്പെക്ടറിൻ്റെ തൊട്ടു താഴെ റാങ്ക് വരുന്ന ആളെ നമ്മൾ സബ് ഇൻസ്പെക്ടർ എന്ന് പറയാറുണ്ട്. എന്ന പോലെ ഷെല്ലുകളാണ് KLMN. ഇവർ മെയിൻ ഷെല്ലുകളാണ്. മെയിൻ ഷെല്ലിൻ്റെ താഴേക്ക് വരുന്ന കുഞ്ഞു ഷെല്ലുകളെ, ബ്രാഞ്ച് ഷെല്ലുകളെ, ശാഖാ ഷെല്ലുകളെ നമ്മൾ സബ് ഷെല്ലുകൾ, അതല്ലെങ്കിൽ സബ് എനർജി ലെവൽസ്, ഉപ ഊർജ്ജനിലകൾ എന്ന് പറയാം. ഇനി ഏതൊക്കെയാണ് ആ ഷെല്ലുകൾ, ഏതൊക്കെ അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുക, എത്ര ഇലക്ട്രോൺസ് അതിനകത്ത് കൊള്ളുമെന്ന് ചെക്ക് ചെയ്യാം. ശ്രദ്ധിച്ചു നോക്കണം. ഫസ്റ്റ് ഷെല്ല് കെ ഷെല്ല്. കെ ഷെല്ല് 1ാമത്തെ ഷെല്ലായതുകൊണ്ട് കേക്ക് ഒരേ ഒരു സിംഗിൾ ബ്രാഞ്ച് മാത്രമേ ഉള്ളൂ. ആ ബ്രാഞ്ചായ ശാഖാ ഷെല്ലിനെ സൂചിപ്പിക്കുന്ന അക്ഷരമാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചത് കാണാം. എസ് എന്ന് പറയുന്നത് കാണാം. മെയിൻ ഷെല്ലുകളെ വലിയ അക്ഷരത്തിൽ എഴുതുമ്പോൾ ശാഖാ ഷെല്ലുകളെ നമ്മൾ എഴുതേണ്ടത് ചെറിയ അക്ഷരത്തിലാണ്. ആൽഫബറ്റിക് കോഡിൽ സ്മാൾ ലെറ്റർ യൂസ് ചെയ്യണം. അപ്പോൾ കെയുടെ സബ് ഷെല്ല് ഒരൊറ്റ സബ് ഷെല്ലേ ഉള്ളൂ. എസ് എന്ന് പറയുന്ന അക്ഷരം കൊണ്ട് നമ്മളതിനെ സൂചിപ്പിക്കും. സെക്കൻഡ് മെയിൻ ഷെല്ലാണ് L ഷെല്ല് എന്ന് പറയുന്നത്. 2ാമത്തെ ഷെല്ലായതുകൊണ്ട് L ഷെല്ലിന് 2 സബ് ഷെല്ലുകൾ ഉണ്ടെന്ന് പറയാം. ആ 2 സബ് ഷെല്ലുകളെ S എന്നും P എന്നും 2 അക്ഷരങ്ങൾ കൊണ്ട് സൂചിപ്പിക്കുന്നു. 3ാമത്തെ മെയിൻ ഷെല്ലാണ് M ഷെല്ല് എന്ന് പറയുന്നത്. സോ തേർഡ് ഷെല്ലായതുകൊണ്ട്, 3ാമത്തെ ഷെല്ലായതുകൊണ്ട് 3 അക്ഷരങ്ങളാണ് SPD എന്നിങ്ങനെ സൂചിപ്പിക്കുന്നു. 4ാമത്തെ മെയിൻ ഷെല്ലാണ് N ഷെല്ല് എന്ന് പറയുന്നത്. അവരുടെ ശാഖാ ഷെല്ലുകളാണ്, സബ് ഷെല്ലുകളാണ് SPDF. എല്ലാം ചെറിയ അക്ഷരത്തിലാണ് എഴുതിയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാം. ഇനി തൊട്ടപ്പുറത്ത് ഞാനൊരു ടേബിൾ വരച്ചിട്ടുണ്ട്. ആ ടേബിളിലേക്ക് നമുക്കൊന്ന് ഫോക്കസ് ചെയ്ത് നോക്കാം.
മെയിൻ ഷെല്ലുകളുടെ പേരാണ് കൊടുത്തിട്ടുള്ളത്. നെയിം ഓഫ് ദ ഷെല്ല്, ഷെല്ലിൻ്റെ പേരെന്ന് പറയുന്നത് ഫസ്റ്റ് ഷെല്ല് KLMN. മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, എത്ര ഇലക്ട്രോൺസുകളെ കപ്പാസിറ്റി ഉൾക്കൊള്ളിക്കാൻ അവർക്കുള്ള കഴിവുണ്ട്. കെ ഷെല്ലിന് 2 എൽ ഷെല്ലിന് 8 എം ഷെല്ലിൽ 18 ഇലക്ട്രോണുകൾക്ക് മൂവ് ചെയ്യാം, എൻ ഷെല്ലിൽ 32 ഇലക്ട്രോണുകൾക്ക് മൂവ് ചെയ്യാൻ കഴിയും. ഇനി ഇവരുടെ ഷെല്ലിൻ്റെ നമ്പറാണ് പറയുന്നത്. കെ എന്ന് പറയുന്നത് ഫസ്റ്റ് ഷെല്ലാണ്, എൽ എന്ന് പറയുന്നത് സെക്കൻഡ് ഷെല്ലാണ്, എം എന്ന് പറയുന്നത് തേർഡ് ഷെല്ലാണ്, എൻ എന്ന് പറയുന്നത് ഫോർത്ത് ഷെല്ലാണ്. അങ്ങനെയാണെങ്കിൽ അവർക്ക് എത്ര വീതം സബ്ഷെല്ലുകൾ ഉണ്ടെന്നാണ് നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യമാണ്. കെ ഷെല്ലിന് ഒരേ ഒരു സബ്ഷെല്ല് മാത്രം, എൽ ഷെല്ലിന് 2 സബ്ഷെല്ലുകൾ, എമ്മിന് 3 സബ്ഷെല്ല്, എന്നിന് 4 സബ്ഷെല്ല്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നൊരു കാര്യം ഷെൽ നമ്പർ തന്നെയാണ് അവരുടെ സബ്ഷെല്ലിൻ്റെ എണ്ണവും. ഇനി എങ്ങനെ ഏത് പേര് ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യുക എന്നുള്ളതാണ്. ബോർഡിലേക്ക് ശ്രദ്ധിച്ചു നോക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ ഈ സ്ട്രക്ചറിനകത്ത് കെക്ക് എസ് ഉണ്ട്, എല്ലിനും എസ് ഉണ്ട്, എമ്മിനും എസ് ഉണ്ട്, എന്നിനും എസ് ഉണ്ട്. അപ്പോൾ എസ് എന്ന് പറയുന്ന ഒരു സബ്ഷെല്ല് കണ്ടാൽ അത് കെയുടേതാണോ എല്ലിൻ്റെതാണോ എമ്മിൻ്റെതാണോ എന്നിൻ്റെ സബ്ഷെല്ലാണോ എന്നുള്ളത് എങ്ങനെ നമുക്ക് തിരിച്ചറിയാം? അപ്പോൾ അതിന് ചെയ്യാവുന്ന മാർഗം, സബ്ഷെല്ലിൻ്റെ പേര് ലെറ്റർ മാർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടതുഭാഗത്തായിട്ട് എത്രാമത്തെ ഷെല്ലിൻ്റെ സബ്ഷെല്ലാണെന്നുള്ള നമ്പർ കൂടെ ചേർത്ത് എഴുതണം. അപ്പോൾ നമുക്ക് നോക്കാം. എസ് എന്ന് പറയുന്നത്, കെ എന്ന് പറയുന്നത് ഫസ്റ്റ് ഷെല്ലാണ്. കെക്ക് ഒരേ ഒരു സബ്ഷെല്ലേ ഉള്ളൂ, എസ് ആണെന്ന് പറഞ്ഞു. എസ്സിന് മുന്നിൽ കെയുടെ നമ്പറായ 1 നമ്മൾ ചേർക്കുന്നു. ഇത് വായിക്കേണ്ടത് 1s എന്നാണ് വായിക്കേണ്ടത്, 1s. ദെൻ സെക്കൻഡ് വൺ എൽ ഷെല്ലാണ്. എൽ ഷെല്ലിന് 2 സബ്ഷെല്ലുകളാണുള്ളതെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു. എസ് ഉണ്ട്, പി ഉണ്ട്. എല്ലിൻ്റെ ഷെല്ലായതുകൊണ്ട്, രണ്ടാമത്തെ ഷെല്ലിൻ്റെതായതുകൊണ്ട് അവരുടെ ഫ്രണ്ടിൽ നമ്മൾ 2 ചേർത്ത് പറയണം. അപ്പോൾ ഇത് വായിക്കേണ്ടത് 2s 2p. അപ്പോൾ ഫസ്റ്റ് നമ്മൾ വരുമ്പോൾ കെയുടെ 1s, എല്ലിൻ്റെ സബ്ഷെല്ലുകളായിട്ടുള്ള 2s 2p എന്നിങ്ങനെ കാണാം. ദെൻ തേർഡ് ഷെല്ലാണ് എം ഷെല്ല്. എം ഷെല്ലിന് there are 3 സബ്ഷെൽസ്. ഫസ്റ്റ് വൺ എസ് പി ഡി. ഇതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യേണ്ടത് എസ് പി ഡി എന്ന് എഴുതിയിട്ട് തേർഡ് ഷെല്ലിൻ്റെ നമ്പറായിട്ടുള്ള 3 എന്നതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ സബ്ഷെല്ലിൻ്റെ പേരുകൾ യഥാക്രമം 3s 3p 3d എന്നിങ്ങനെ വരുന്നതായിട്ട് കാണാം. ദെൻ ഫോർത്ത് വൺ ദ ഫൈനൽ ഷെല്ല് എൻ എന്ന് പറയുന്നത്, എൻ ഷെല്ലിന് there are 4 സബ്ഷെൽസ്. ഫസ്റ്റ് വൺ 4s, സെക്കൻഡ് വൺ 4p, തേർഡ് വൺ 4d, ഫോർത്ത് വൺ 4f എന്നിങ്ങനെയാണ് സബ്ഷെല്ലുകളുടെ പേരെഴുതുന്നത്. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് ആകെയുള്ള ജനസംഖ്യ എന്ന് പറയുന്നത് 140 കോടി ജനങ്ങളാണെന്നുള്ളത് നമ്മൾ സങ്കല്പിക്കാമെന്ന് വിചാരിച്ചു. ഇന്ത്യയിൽ 140 കോടി ജനങ്ങൾ പറയുമ്പോൾ ഇന്ത്യയിൽ ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് വ്യത്യാസമാണ്. ഓരോ സംസ്ഥാനത്തിലുമുള്ള ജനസംഖ്യ വ്യത്യാസമാണ്. എല്ലാം പാടെ കൂട്ടിയിട്ടുള്ള ആകെ തുകയായ 140 എന്നാണ്. 140 കോടി എന്ന് നമ്മൾ പറയും. അപ്പോൾ ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയിൽ 140 കോടി ജനങ്ങളുണ്ടെന്ന് പറയുമ്പോൾ ആ 140 കിടക്കുന്നത് ഓരോ സംസ്ഥാനത്തിലും കൂടി കിടക്കുന്നതാണ്. ആകെ തുകയാണ് 140 എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്ന പോലെ ഈ ടേബിളിലേക്ക് ശ്രദ്ധിച്ചോ. എൻ ഷെല്ലിൽ പരമാവധി 32 ഇലക്ട്രോണുകൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഈ എൻ ഷെല്ലിന് 4 ശാഖകളുണ്ട്, 4 ബ്രാഞ്ചുകളുണ്ടെന്ന് പറഞ്ഞു. 4s 4p 4d 4f ഒരു ഇത്തിരി പ്രയാസമേറിയ ഭാഗമാണ്, നന്നായിട്ട് ശ്രദ്ധിച്ചു നോക്കണം. അപ്പോൾ ഈ 32 എന്ന് പറയുന്ന ഈ ഇലക്ട്രോൺസ് ആകെ സ്കാറ്റർ ചെയ്തിട്ട് വീതം വെച്ച് വിഭജിച്ച് കൊടുത്തിട്ടുള്ളത് ഈ 4 ശാഖാ ഷെല്ലുകളിലേക്കാണെന്ന് കാണാം. അപ്പോൾ 4sൽ ഇലക്ട്രോൺ ഉണ്ട്, 4pയിൽ ഇലക്ട്രോൺ ഉണ്ട്, 4dയിൽ ഇലക്ട്രോൺ ഉണ്ട്, 4fൽ ഇലക്ട്രോൺ ഉണ്ട്. ഈ 4ലെയും ഇലക്ട്രോണുകളുടെ ആകെ തുകയാണ് 32 എന്ന് പറയുന്നത്. ഇന്ത്യയിലെ 140 കോടി എല്ലാ സംസ്ഥാനങ്ങളിലേക്ക് വിഭജിച്ച പോലെ എന്നിൻ്റെ 32നെ ഈ 4 ശാഖകളിലേക്കായി വിഭജിച്ചതായി മനസ്സിലാക്കുക. ഒരു എക്സാമ്പിൾ കൂടെ പറഞ്ഞുതരാം. എം ഷെല്ലിൽ ടോട്ടൽ 18 ഇലക്ട്രോൺ ആണെന്ന് പറയുമ്പോൾ ഈ 18 ഇലക്ട്രോണിന് എമ്മിൻ്റെ 3 ശാഖകളായിട്ടുള്ള 3 ബ്രാഞ്ചസ് 3 സബ്ഷെല്ലുകളായിട്ടുള്ള 3s 3p 3d എന്നിവയിലേക്ക് വീതം വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. ഇനി എത്ര വീതം ഇലക്ട്രോൺസ് ആണ് ഓരോന്നിലും ഉള്ളതെന്ന് മനസ്സിലാക്കുക. അതിന് ഈ ടേബിൾ നിങ്ങൾക്ക് ഉപകരിക്കും. ശ്രദ്ധിച്ചു നോക്കണം. എസ് എന്ന് പറയുന്ന സബ്ഷെല്ലാണോ അതൊരു കുഞ്ഞു സബ്ഷെല്ലായിട്ട് ചെറിയൊരു സബ്ഷെല്ലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. എല്ലാ എസ് സബ്ഷെല്ലിലെയും പരമാവധി ഇലക്ട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 2 ആണ്. 2 ഇലക്ട്രോണിന് ഉൾക്കൊള്ളിക്കാവുന്നതാണ് എസ് സബ്ഷെല്ല്. ദെൻ സെക്കൻഡ് വൺ പി ആണ് സബ്ഷെല്ലെങ്കിൽ അതിൽ 6 ഇലക്ട്രോണിന് ഉൾക്കൊള്ളിക്കാൻ പറ്റും. ഡി ആണ് സബ്ഷെല്ലെങ്കിൽ 10 ഇലക്ട്രോണിന് ഉൾക്കൊള്ളിക്കാം.
എഫ് എന്ന് പറയുന്ന സബ്ഷെല്ലിൽ 14 ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളിക്കാം. കൺഫ്യൂഷൻസ് ഉണ്ടാവും, അത് ക്ലിയർ ചെയ്യാൻ ഒന്നുകൂടെ ഈ ടേബിളിലേക്ക് നോക്കിയാൽ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ ശ്രദ്ധിച്ച് നോക്കി വെച്ചോ. ഇതാ ഈ എന്നിൻ്റെ 32 ഇലക്ട്രോൺസ്. അതിൽ ഫസ്റ്റ് സബ്ഷെല്ലാണ് ഫോറസ്. ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്കാണ് വരുന്നത്. ആദ്യം എൻ ഷെല്ല് പറയും, പിന്നെ എം ഷെല്ല് പറയും, പിന്നെ എല്ല് പറയും, പിന്നെ കെ പറയും. ഫസ്റ്റ് പറയുന്നത് എൻ ഷെല്ലാണ്. 32 ഇലക്ട്രോണിനെ 4 വിഹിതമായിട്ട് നമ്മൾ മാറ്റുന്നു. ഫസ്റ്റ് സബ്ഷെല്ലാണ് ഫോറസ്. നമ്പർ നമ്മൾ ചെക്ക് ചെയ്യേണ്ട, നോക്കേണ്ട ആവശ്യമില്ല. 4ഓ 3ഓ 5ഓ 6ഓ ഏതോ ആയിക്കോട്ടെ. ലെറ്റർ അക്ഷരത്തിലേക്ക് ശ്രദ്ധ കൊടുക്കുമ്പോൾ ഫസ്റ്റ് വൺ ഫോറസ്. എസിൻ്റെ വാല്യൂ 2 ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഫോറസിൽ പരമാവധി 2 ഇലക്ട്രോൺ ഉണ്ടാവും. സെക്കൻഡ് വൺ 4p ആണ്. നമ്പർ നമ്മൾ ചെക്ക് ചെയ്യുന്നില്ല. പിയുടെ വാല്യൂ എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ പിയിൽ നമുക്ക് 6 ഇലക്ട്രോൺസ് വരുന്നു. തേർഡ് വൺ 4d ആണ്. 4d എന്ന് പറയുമ്പോൾ ഡി ആണ്. ഡിയിലെ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 10 ആണ്. അപ്പോൾ 4dയുടെ കപ്പാസിറ്റി 10 ആണ്. ദ ലാസ്റ്റ് വൺ 4f ആണ്. 4fൽ എഫിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 14 ആണ്. ആ 14 നമ്മൾ കവർ ചെയ്താൽ 2 + 6 + 10 + 14 is equal to maximum number of electrons, that is ആകെ ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 32 ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഏകദേശം ഓക്കെ ആയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു എക്സാമ്പിളൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. സെക്കൻഡ് ഷെല്ല് എം ഷെല്ല് 18 ഇലക്ട്രോണുകളുണ്ട്. 18നെ നമ്മൾ 3ആയിട്ട് വീതം വെക്കണം. ഫസ്റ്റ് വൺ 3s ഉണ്ട്, 3p ഉണ്ട്, 3d ഉണ്ട്. 3ലും കൂടെ ചേർത്തിട്ടാണ് നമുക്ക് 18 വരേണ്ടത്. ആദ്യത്തേത് എസ് ആണ്. എസിന് 2 ആണെന്ന് പറഞ്ഞു. പിക്ക് 6 ആണെന്ന് പറഞ്ഞു. ഡിക്ക് 10 ആണെന്ന് പറഞ്ഞു. ടോട്ടൽ നമ്മൾ കവർ ചെയ്യുമ്പോൾ 18 ഇലക്ട്രോൺസ് 18 വരുന്നതായി കാണാം. എൽ ഷെല്ലിൻ്റെ 8, 2s 2p, 2 + 6, എസിൻ്റെ 2, പിയുടെ 6, ടോട്ടൽ 8 എന്ന് കാണാം. ഫസ്റ്റ് ഷെല്ല് കെ ഷെല്ല്. ആകെ 2 ഇലക്ട്രോണേ ഉള്ളൂ. ഒരേ ഒരു സബ് ഷെല്ലേ ഉള്ളൂ. അപ്പോൾ അതിനെന്തായിട്ട് കാണാം? അതിൻ്റെ വാല്യൂ 2 ആയിട്ട് കാണാം. ഏറെക്കുറെ കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് മനസ്സിലാകുന്നു. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. 9ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്, ഇലക്ട്രോൺ വിന്യാസം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതാ ബോർഡിലേക്ക് നോക്കാം. സോഡിയത്തിൻ്റെ എൻ എന്ന് പറയുന്ന പ്രതീക സിമ്പിൾ വരുന്ന സോഡിയം നാട്രിയം. സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 11 ആണ്. അപ്പോൾ സാധാരണ നമ്മൾ അതിനെ ഇലക്ട്രോൺ വിന്യാസം എഴുതാറുള്ളത്, ഇലക്ട്രോൺ വിന്യാസം സോ ദാറ്റ് ഈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാറുള്ളത് 2,8,1 എന്ന് എഴുതും. ഈ 2,8,1 എന്നുള്ളത് ഷെല്ല് നോക്കിയിട്ടുള്ള എഴുത്താണ്. KLMN. കെയിൽ 2, എല്ലിൽ 8, എമ്മിൽ 1. അപ്പോൾ ഷെല്ല് നോക്കിയിട്ടുള്ള എഴുത്തിനാണ് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇലക്ട്രോൺ വിന്യാസം, അതല്ലെങ്കിൽ 2,8,1 എന്ന് എഴുതിയതായിട്ട് പറഞ്ഞു. എന്നാൽ ഈ ചാപ്റ്ററിൽ, ഫസ്റ്റ് ചാപ്റ്ററിൽ ഇതിനെ നമ്മൾ സബ് ഷെല്ലുകൾ നോക്കിയിട്ട് KLMN ഒഴിവാക്കിയിട്ട് SS, SP, SPD, SPDF ഈ സബ് ഷെല്ലുകളെ കേന്ദ്രീകരിച്ച് എങ്ങനെ നമുക്ക് ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ എഴുതാം എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. സോ നോക്കി വെച്ചോളൂ ഇതെങ്ങനെ എഴുതേണ്ടതെന്നുള്ളത്. ആദ്യം അതിനു മുമ്പ് ഈ ഒരു സീരീസ് നമ്മൾ കാണാതെ പഠിക്കേണ്ടതുണ്ട്. ഇതിനെ കേന്ദ്രീകരിച്ചിട്ടാണ് നമ്മുടെ ചാപ്റ്റർ പോവുക. ഒന്ന് ഞാൻ കൂട്ടി വായിക്കാം. 1s, 2s, 2p, 3s, 3p, 3d, 4s, 4p, 4d, 4f. ഒന്നുകൂടെ വായിച്ചു നോക്കാം. 1s, 2s, 2p, 3s, 3p, 3d, 4s, 4p, 4d, 4f. ഇത് നമ്മൾ ബൈഹാർട്ട് ചെയ്ത് പഠിച്ചാൽ ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് വളരെ ഈസി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഇനി ഇതിനെങ്ങനെയാണ് സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുക എന്നുള്ളത് ഫസ്റ്റിലൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ ക്ലിയർ ചെയ്യുന്നു. Na എന്ന് പറയുന്ന 11ാം നമ്പർ പീരിയോഡിക് ടേബിളിലെ 11ാം നമ്പറുകാരനായിട്ടുള്ള സോഡിയം എന്ന് പറയുന്ന മൂലകത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാണ് എഴുതേണ്ടത്? അതിനാദ്യം നമ്മൾ ഈ സീരീസിലേക്ക് നോക്കണം. ഈ സീരീസ് കാണാതെ അറിയണം. അതിൻ്റെ താഴെ നമ്മൾ എഴുതി വെച്ചിട്ടുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണവും നമുക്കറിയണം. സോഡിയത്തിൻ്റെ നമ്പർ 11 ആണ്. ഈ സീരീസിലെ ഫസ്റ്റിലെ ആൾ വരുന്നത് 1s ആണ്. ആ 1s ഞാൻ എഴുതിയിട്ടുണ്ട്. എസിൻ്റെ വാല്യൂ എന്നുള്ളത് 1sൻ്റെ വില തൊട്ടു താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്. 2 ആണ് 1sൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ആ 2 ഞാൻ ഇതിൻ്റെ മുകളിൽ എഴുതി വെച്ചു. ഇത് വായിക്കേണ്ടത് 1s² എന്ന് വായിക്കരുത്. 2 മുകളിൽ എഴുതിയ ആസ് എ കെമിസ്ട്രി നമ്മളത് വായിക്കേണ്ടത് 1s2. ഒന്നുകൂടെ പറയാം, 1s2 എന്നാണ്. ഇതിൽ 1 എന്ന് പറയുന്നത് ഷെല്ലിൻ്റെ നമ്പറാണ്. K എന്ന് പറയുന്ന ഷെല്ലിൻ്റെ നമ്പറാണ്. S എന്ന് പറയുന്നത് സബ് ഷെല്ലിൻ്റെ പേരാണ്. മുകളിൽ എഴുതി വെച്ചിട്ടുള്ള നമ്പർ എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ എണ്ണമാണ്. അപ്പോൾ 1s2. 1s കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം കോമയോ ഹൈഫണോ മറ്റു ചിഹ്നങ്ങളൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. 1s കഴിഞ്ഞാൽ തൊട്ടടുത്ത സബ് ഷെല്ലാണ് നിങ്ങൾക്ക് കാണാം 2s ആണ്. 2s മാർക്ക് ചെയ്യുന്നു. 2sൻ്റെയും വാല്യൂ 2 ആണെന്ന് കാണാം. 2sൽ 2 കൊടുത്തു. കൂട്ടി വായിക്കുമ്പോൾ 1s2,
2s2 എന്ന് കിട്ടുന്നു. 1sഉം 2sഉം കഴിഞ്ഞാൽ then the next one തേർഡ് സബ്ഷെല്ലായിട്ട് നമുക്ക് കാണാവുന്നത് 2p ആണ്. പിയുടെ വാല്യൂ എന്ന് പറയുന്നത് 6 ആണെന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ 6 മുകളിലേക്ക് കൊടുക്കുമ്പോൾ കൂട്ടി വായിക്കുമ്പോൾ 1s2 2s2 2p6 എന്ന് വരുന്നു. ദെൻ ഫൈനൽ വൺ 2p കഴിഞ്ഞാൽ തൊട്ടടുത്ത് കിടക്കുന്നത് 3s ആണ് നെക്സ്റ്റ് വൺ. അപ്പോൾ നമുക്കിതൊന്ന് ആഡ് ചെയ്ത് നോക്കാം. 1s2ൻ്റെ 2ഉം 2s2ൻ്റെ 2ഉം 2p6ൻ്റെ 6ഉം 2 പ്ലസ് 2 പ്ലസ് 6 ടോട്ടൽ 10 എന്ന് പറയുന്ന സംഖ്യയിലേക്ക് നമ്മൾ എത്തി. എന്നാൽ Na എന്ന് പറയുന്ന സോഡിയത്തിൻ്റെ നമ്പർ 11 ആണ്. അപ്പോൾ ഒരു ഇലക്ട്രോൺ കൂടെ ബാക്കിയുണ്ട്. 2p കഴിഞ്ഞാൽ തൊട്ടടുത്തത് 3s ആണെന്നും ഞാൻ പറഞ്ഞു. 3sൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 ആണെന്നും നിങ്ങൾക്കറിയാം. പക്ഷെ നമ്മുടെ കയ്യിൽ ബാലൻസ് ഉള്ളത് ഒരേ ഒരു ഇലക്ട്രോൺ മാത്രമാണ്. ആ ഒന്നിന് 3sൽ 2 ഇലക്ട്രോണിനെ ഉൾക്കൊള്ളിക്കാൻ സാധിക്കുമെങ്കിലും നമ്മുടെ കയ്യിൽ ബാലൻസ് വരുന്ന ഒന്നിനെ ഞാനിവിടെ മാർക്ക് ചെയ്തു. അപ്പോൾ മുഴുവനായിട്ട് വായിക്കുമ്പോൾ 1s2 2s2 2p6 3s1 ഇങ്ങനെയുള്ള ഈ എഴുത്തിനാണ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അഥവാ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത്. ഇത് എഴുതി പ്രാക്ടീസ് ചെയ്ത് പഠിച്ച ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഓക്കെ ആണെന്ന് അർത്ഥം. ഇനി ഇതിന് കുറച്ചുകൂടെ എക്സാമ്പിൾസ് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. സെക്കൻഡ് വൺ കാർബൺ ആണ്. അറ്റോമിക് നമ്പർ 6 6 നമ്പറുകാരനായിട്ടുള്ള കാർബൺ എന്ന് പറയുന്ന മൂലകത്തിൻ്റെ എഴുതുമ്പോൾ 1s2 2s2 2p2 എന്ന് കാണാം. പിയിൽ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 6 ഇലക്ട്രോൺസ് ആണ്. 6 പേരെ ഉൾക്കൊള്ളിക്കാനുള്ള കപ്പാസിറ്റി കാർബൺ എന്ന് പറയുന്ന മൂലകത്തിനുണ്ടെങ്കിലും 1s2ലെ 2ഉം 2s2ലെ 2ഉം കൊടുത്താൽ ബാലൻസ് കാർബണിൻ്റെ കയ്യിൽ 2 ഇലക്ട്രോണേ ഉണ്ടാവും. ആ 2 നമുക്ക് ഇവിടെ മാർക്ക് ചെയ്തതായിട്ട് കാണാം. ദെൻ തേർഡ് വൺ ലിഥിയം എന്ന് പറയുന്ന തേർഡ് എലമെൻറ്റ് 1s2 2s1. ഇനി ഹൈഡ്രജൻ ആണ്. ആകെ ഒരേ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. അപ്പോൾ ഹൈഡ്രജൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം നമ്മൾ എഴുതുമ്പോൾ 1s എസിൻ്റെ കപ്പാസിറ്റി 2 ആണ്. പക്ഷെ ഹൈഡ്രജൻ്റെ കയ്യിൽ ആകെ ഒന്നേ ഉള്ളൂ. അപ്പോൾ 1sൻ്റെ മുകളിൽ 1 മാർക്ക് ചെയ്തു. ഇതിനെ നമ്മൾ 1s1 എന്ന് വായിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. ഇതിൽ ആദ്യം എഴുതുന്ന നമ്പർ K ആണോ L ആണോ M ആണോ N ആണോ ഷെല്ലിൻ്റെ നമ്പറിനെ ഇൻഡിക്കേറ്റ് ചെയ്യണം. ഈ അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത് സബ്ഷെല്ലിൻ്റെ പേര്. അതിന് മുകളിൽ എഴുതി വെച്ചിട്ടുള്ള നമ്പർ ഇലക്ട്രോൺസിൻ്റെ എണ്ണം. ഒരിക്കൽ കൂടെ ആവർത്തിക്കുന്നു. ഫസ്റ്റിൽ എഴുതുന്ന വലിയ നമ്പർ ഷെല്ലിൻ്റെ നമ്പർ, അക്ഷരം സബ്ഷെല്ലിൻ്റെ പേര്, മുകളിൽ എഴുതിയ സംഖ്യ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺ. അതിനകത്ത് എത്ര ഇലക്ട്രോൺ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. ഇത്രയും ഓക്കെ ആണെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ പീരിയോഡിക് ടേബിളിൽ ആദ്യത്തെ ഒരു 20 മൂലകങ്ങൾ ഇലക്ട്രോൺ വിന്യാസം സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം ഇതുപോലെ എഴുതാൻ വളരെ ഈസിയാണ്. എന്നാൽ അതിന് മുകളിലേക്ക് പോകുമ്പോൾ ചെറിയൊരു വ്യത്യാസം ആ 1s2 2s2 എഴുതുന്നതിലുണ്ട്. നമുക്കത് നോക്കാം. ഒരു ടെൻഷൻ ആവേണ്ട കാര്യമില്ല. അതിലൊരു സന്തോഷമായിട്ടുള്ളൊരു കാര്യം എന്ന് ചോദിച്ചാൽ പീരിയോഡിക് ടേബിളിനകത്ത് 118 മൂലകങ്ങളുണ്ടെങ്കിലും നമ്മുടെ 10ാം ക്ലാസ് സിലബസ് പ്രകാരം ആദ്യത്തെ 30 നമ്പറിനകത്തുള്ള ക്വസ്റ്റ്യൻസേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിലെങ്ങനെയാണ് 20ന് മുകളിലേക്ക് വരുമ്പോൾ എഴുത്തിലുണ്ടാകുന്ന വ്യത്യാസം എന്താണെന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് വൺ Mn എന്ന് പറയുന്ന ഒരു എലമെൻറ്റ്, മാംഗനീസ് എന്നാണ് പേര്, Mn ആണ് പ്രതീകം. 25 ആണ് പീരിയോഡിക് ടേബിളിലെ നമ്പർ. ആളുടെ 1s2 2s2 എഴുതുമ്പോൾ 18 വരെ കൃത്യമായിട്ട് എഴുതാം. അതിനകത്ത് തെറ്റ് വരില്ല. ഒന്നുകൂടെ വായിക്കാം. 1s2 2s2 2p6 2 + 2 + 6 ഇവിടെ 10 കവർ ചെയ്തു. ദെൻ 3s2 അതിനകത്തൊരു 2 വന്നു 12 കവർ ചെയ്തു. 3p6നകത്തൊരു 6 വന്നു 12ഉം 6ഉം കൂട്ടുമ്പോൾ 18 ഇലക്ട്രോൺസ് കവർ ചെയ്തതായിട്ട് കാണാം. 3p കഴിഞ്ഞാൽ തൊട്ട് മുന്നിൽ 3d ഉണ്ട്. ഡിയുടെ കപ്പാസിറ്റി 10 ആണെന്ന് നേരത്തെ നമ്മൾ പഠിച്ചതാണ്. 3d കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് 4s ഉണ്ട്. ഞാൻ നേരത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നിങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എസ്സിന് എപ്പോഴും നമ്മൾ ചെറിയൊരു കുഞ്ഞുകുട്ടിയുടെ കൺസിഡറേഷൻ കൊടുക്കണം. അപ്പോൾ എസിൻ്റെ കപ്പാസിറ്റി 2 ആണെന്നും പറഞ്ഞു. അപ്പോൾ 3p6 വരെ ഇലക്ട്രോൺസ് കൊടുത്തു കഴിഞ്ഞാൽ 3pയുടെ തൊട്ട് മുന്നിൽ നിൽക്കുന്ന ആൾ 3d എന്ന് പറയുന്ന സബ്ഷെല്ലാണ്. ഡിയിൽ 10 ഉൾക്കൊള്ളിക്കുക. ആളെ നമ്മൾ വലിയൊരു ഏജ്ഡ് ആയിട്ടുള്ള ഒരാളെ കൺസിഡറേഷൻ കൊടുക്കുക. 3dയുടെ മറുവശത്താണ് 4s നിൽക്കുന്നത്. ചെറിയ കുട്ടിയാണെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 3pക്ക് ഇലക്ട്രോൺ എടുത്തു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ കൊടുക്കേണ്ടത് 4sനാണ്. തൊട്ട് മുന്നിൽ 3d ഉണ്ടെങ്കിലും ഇലക്ട്രോൺസ് നമ്മൾ കൊടുക്കേണ്ടത് 4sന്. 4sന് കൊടുത്തിട്ട് 4sൽ വേണ്ട 2 ഇലക്ട്രോൺസ് കൊടുത്തിട്ട് ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ 3dയിലേക്ക് കൊടുക്കാവൂ. എഴുതുമ്പോൾ 3p കഴിഞ്ഞിട്ട് 3d എഴുതിയിട്ട് 4s എന്ന് എഴുതുമെങ്കിലും ഇലക്ട്രോൺസ് കൊടുക്കുമ്പോൾ 3p കഴിഞ്ഞ് 4s കഴിഞ്ഞിട്ട് 3dയിലേക്ക് വരാവും. അപ്പോൾ എഴുതിയിട്ടുള്ളതിലേക്കുള്ളൊരു വ്യത്യാസം പറയാം. 3p6 3dയിൽ 10 കൊള്ളുമായിരുന്നിട്ടും നമ്മൾ 5 കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ 3dയിൽ 5 വരുന്നുണ്ട്,
4s 2. ശരിക്കും ഇത് എഴുതേണ്ടത് എങ്ങനെയായിരുന്നു? 3p6 കഴിഞ്ഞാൽ 3d7 എന്നാണ് എഴുതേണ്ടത്. ഡിയിൽ 10 ഉൾക്കൊള്ളിയാവുന്ന ബാലൻസ് വരുന്ന 7 എഴുതാമായിരുന്നു. എന്നിട്ടും 3Dക്ക് കൊടുക്കാതെ 2 4s കൊടുത്തിട്ടുണ്ട്. സംശയമുള്ള പിള്ളേർക്ക് ഒന്നുകൂടെ ക്ലിയർ ചെയ്ത് പറഞ്ഞുതരാം. CO കൊബാൾട്ട് എന്ന് പറയും 27 നമ്പർ മൂലകം. ആളുടെ 1s2 2s2 എഴുതി വരുമ്പോൾ 1s2 2s2 2p6 3s2 3p6 ഇത്ര വരെ കറക്റ്റായിട്ട് വരാം. ബാക്കി 3p കഴിഞ്ഞാൽ തൊട്ട് മുന്നിൽ 3D ആണ്. 18 എണ്ണം കവർ ചെയ്തു. ബാലൻസ് നമ്മുടെ കയ്യിൽ 9 ഇലക്ട്രോൺ വരുന്നുണ്ട്. ആ 9 എണ്ണം വേണമെങ്കിൽ 3Dയിൽ 10 എണ്ണം ഉൾക്കൊള്ളിക്കാമായിരുന്നു. പക്ഷെ അങ്ങനെ എഴുതാൻ പാടില്ല. 3Dയെ മുൻനിർത്തി നമ്മൾ 4sലേക്ക് ചെന്നിട്ട് 4sന് ആവശ്യമായ 2 ഇലക്ട്രോൺ കൊടുത്തിട്ട് ബാലൻസ് വന്ന 7 ആണ് 3Dയിൽ കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ എഴുതാൻ പാടുള്ളൂ. ഇതിനുള്ള കാരണം എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞൊരു ചെറിയ കുട്ടി, പ്രായമായ ആളെന്നുള്ളത്. അതിൻ്റെ വ്യക്തമായ റീസൺ എന്ന് പറയുന്നത് 4sനേക്കാൾ ഊർജം കൂടുതലാണ് 3D എന്ന് പറയും. ഊർജം മീൻസ് എനർജി കൂടുതലാണ് 3D എന്ന് പറയുന്ന സബ്ഷെല്ലിന്. അപ്പോൾ എനർജി ഇൻക്രീസ് ചെയ്യുന്ന, ഊർജം കൂടി വരുന്ന ഓർഡറിലാണ് നമ്മൾ ഇലക്ട്രോൺസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും എനർജി കുറഞ്ഞ കുഞ്ഞു സബ്ഷെല്ലാണ് 1s. 1sനേക്കാൾ ഊർജം കൂടുതലാണ് 2s. 2sനേക്കാൾ ഊർജം കൂടും 2p. അങ്ങനെ ഊർജം കൂടി വരുമ്പോൾ 3pയേക്കാൾ ഊർജം കൂടുതൽ 3Dക്കുണ്ടെങ്കിലും 3Dയേക്കാൾ ഊർജം കുറവാണ് 4sന്. അതുകൊണ്ടാണ് 3p കഴിഞ്ഞിട്ട് 4sന് കൊടുത്തിട്ട് ഊർജം ഏറ്റവും കൂടുതലുള്ള 3Dയിലേക്ക് എത്താനുള്ള കാരണം. ഇതിനപ്പുറത്തേക്കുള്ള ക്വസ്റ്റ്യൻസ് 10ാം ക്ലാസ് സിലബസിൽ നമുക്കുണ്ടായിരിക്കുകയില്ല. അപ്പോൾ മാക്സിമം ഈ ഒരു അറ്റം വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കവർ ചെയ്യാനുണ്ടാവുക എന്ന് കൂടെ കൂട്ടത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ദെൻ വണ്ണാനുള്ള ലാസ്റ്റ് വൺ K പൊട്ടാസ്യം എന്ന് പറയുന്ന 19th എലമെന്റ് 19ാം നമ്പർ മൂലകം. ആളുടെ ഇത് എഴുതി വരുമ്പോൾ 3p6 18 വന്നു. ഞാൻ ആ നേരത്തെ പറഞ്ഞ റീസൺ നിങ്ങൾക്ക് ഇവിടെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. 3p6 18 കൊടുത്തു കഴിഞ്ഞാൽ ബാലൻസ് നമ്മുടെ കയ്യിൽ 1 വരുന്നുള്ളൂ. 3p കഴിഞ്ഞാൽ തൊട്ട് മുന്നിൽ 3D ഉണ്ടായിരുന്നിട്ടും ആ 1 നമ്മളിവിടെ മാർക്ക് ചെയ്തത് 4sനാണെന്ന് കാണാം. അപ്പോൾ 3D ഇവിടെ കൊടുത്തിട്ടേ ഇല്ല. 3Dയുടെ ഇലക്ട്രോൺസ് പറയുന്നത് 3Dയിലേക്ക് എത്താൻ ഇലക്ട്രോൺസ് ഇല്ല. അതുകൊണ്ട് നമ്മളിവിടെ 3D എഴുതേണ്ട ആവശ്യമില്ല. 3p6 കഴിഞ്ഞാൽ 4s1 എന്ന് എഴുതാം. അപ്പോൾ ചിലപ്പോൾ ചിലൊരു കൺഫ്യൂഷൻസൊക്കെ, ചില ഡൗട്ടുകളൊക്കെ കുട്ടികൾക്ക് വന്നേക്കാം. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വൻതോതിൽ നീട്ടിപ്പരത്തി നമ്മൾ ഈ 1s2 2s2 സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതേണ്ട ആവശ്യം എന്താ? ഇതിനെ ചുരുക്കി എഴുതാൻ എന്തെങ്കിലും ടെക്നിക്സ് ഉണ്ടോ എന്നുള്ള കാര്യം ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. പീരിയോഡിക് ടേബിളിനകത്തെ 18 ഗ്രൂപ്പുകൾ നിങ്ങൾക്കറിയാം. അങ്ങനെ താഴേക്കുള്ള 18 ഗ്രൂപ്പുകളിൽ ഏറ്റവും ലാസ്റ്റ് ഗ്രൂപ്പിനെ നമ്മൾ നോബിൾ ഗ്യാസസ് ഓർ ഇനേർട്ട് ഗ്യാസസ്, അതല്ലെങ്കിൽ അലസവാതകം, ഉത്കൃഷ്ട മൂലകങ്ങൾ എന്ന് പറയും. ഒരു 6 പേര് നിങ്ങൾക്ക് കെട്ടുപരിചയമുള്ള പേരുകളെ ഞാനൊന്ന് പറയാം. ഹീലിയം, 2ാം നമ്പറുകാരനായിട്ടുള്ള ഹീലിയം. അറ്റോമിക് നമ്പർ 10 വരുന്ന നിയോൺ, 18 വരുന്ന ആർഗൺ, 36 വരുന്ന ക്രിപ്റ്റോൺ, പിന്നെ സിനോൺ, റഡോൺ 54 86 നമ്പറുകൾ വരുന്ന, ഒന്നുകൂടെ പേര് ആവർത്തിക്കുന്നു, ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ, റഡോൺ. ഇവർ ഓൾറെഡി സ്റ്റേബിൾ ആണ്, സ്ഥിരത കൈവരിച്ച ആളുകളാണ്. ഇലക്ട്രോൺസ് കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെ സ്ഥിരത കൈവരിച്ച ഈ 8 പേര്, ഈ 6 പേര് ഉപയോഗിച്ച് വേണമെങ്കിൽ ഈ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തെ ചുരുക്കി എഴുതാം. കാരണം ഇവർക്ക് ഇതിലൊന്നും ബാധകമാകേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് എങ്ങനെയാണ് ഇതിനെ ചുരുക്കി എഴുതുന്നതെന്ന് നോക്കാം. ഫസ്റ്റിലൊരു മൂലകമാണ്, അത് സോഡിയം എന്ന് പറയുന്ന 11ാം നമ്പർ മൂലകം എലമെൻറ്റ്. ഇവൻ്റെ അറ്റോമിക് നമ്പർ 11 1s2 2s2 2p6 3s1 എന്നാണ് ഇതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതേണ്ടതെന്നും ഞാൻ പറഞ്ഞു. ഇനി നമ്മൾ ചുരുക്കുമ്പോൾ 11 എന്ന് പറയുന്ന ഈ അറ്റോമിക് നമ്പറിൻ്റെ തൊട്ടു താഴെ വരുന്ന അലസവാതകം നോബിൾ ഗ്യാസ് ഏതാണെന്ന് പരിശോധിക്കാം. 11 എന്ന് പറയുന്ന നമ്പറിൻ്റെ താഴെ വരുന്ന അലസവാതകം നോബിൾ ഗ്യാസ്, ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ ഹീലിയത്തിൻ്റെ നമ്പർ 2 ആണ്. നിയോൺ എന്ന് പറയുന്ന അലസവാതകത്തിൻ്റെ നമ്പർ 10 വരുന്നത്. എങ്കിൽ നമുക്ക് നിയോൺ ചൂസ് ചെയ്യാം. ഏതാണോ നമ്മൾ എഴുതിയ 1s2 2s2 എഴുതിയ മൂലകത്തിൻ്റെ നമ്പർ, ആ നമ്പറിൻ്റെ തൊട്ടു താഴെ വരുന്ന ഒരു അലസവാതകം. അപ്പോൾ സോഡിയത്തിൻ്റെ കേസിൽ നിയോൺ ആണ് വരേണ്ടത്. സോറി, Na എന്നല്ല, Ne എന്നാണ് വരേണ്ടത്. Neയുടെ നമ്പർ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം. Na എന്ന് പറയുന്ന സോഡിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 1s2 2s2 2p6 3s1 എന്ന് പറയുന്നു. ആ 11ൻ്റെ തൊട്ടു താഴെ വരുന്ന മൂലകമാണ്, സോഡിയത്തിൻ്റെ താഴെ വരുന്ന ആളാണ് നിയോൺ എന്ന് പറയുന്ന. അറ്റോമിക് നമ്പർ 10.
അപ്പോൾ അതിനെ നമ്മൾ ചുരുക്കി എഴുതുമ്പോൾ NE സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് അതിനകത്ത് NE. ഇതിൻ്റെ അർത്ഥം നിയോൺ എന്ന് പറയുന്ന മൂലകത്തെ സൂചിപ്പിക്കുന്നു. നിയോണിൻ്റെ നമ്പർ 10 ആണെന്നും പറഞ്ഞു. അപ്പോൾ ഇതിലേക്ക് നോക്കാം. 1s2 2 വന്നു, 2s2 2 വന്നു, 2p6 6 വന്നു, ടോട്ടൽ 2 കൂട്ടണം 2 കൂട്ടണം 6 10 വന്നു. ഇത്രയും ഏരിയ എഴുതുന്നതിന് പകരമായിട്ട് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് നമ്മൾ NE എന്ന് എഴുതി വെച്ചാൽ 1s2 2s2 2p6 ഇത്ര എഴുതുന്നതിന് പകരമാണ്. ബാലൻസ് പിന്നെ അതിൽ വരുന്നത് ഒരു 3s1. അത് ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് ഉടനെ കൊടുത്താൽ മതി. അപ്പോൾ ഇത് കാണുന്ന ഒരാൾക്ക് തിരിച്ചറിയാൻ പറ്റും. NE നിയോണിൻ്റെ 10ഉം 3s1 ഇതിനകത്തൊരു 1ഉം 10 കൂട്ടണം 1 11ാം നമ്പർ മൂലകത്തിൻ്റെതാണ് ഈ ചുരുക്കി എഴുത്ത് എന്നുള്ളത് തിരിച്ചറിയാം. ഒന്നുകൂടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ ഒരു എക്സാമ്പിളൂടെ ബേസ് ചെയ്ത് പറഞ്ഞ രസം. അതാ നേരത്തെ നമ്മൾ ഇവിടെ എഴുതി വെച്ച കൊബാൾട്ട് എന്ന് പറയുന്ന 27ാം നമ്പർ മൂലകം. അപ്പോൾ ഈ 27ൻ്റെ താഴേക്ക് വരുന്ന അലസവാതക ഏതാണെന്ന് ചെക്ക് ചെയ്താൽ നിയോണ് 10 കിടക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ തൊട്ടപ്പുറത്ത് വരുന്ന ഒരാളാണ് AR എന്ന് പറയുന്ന ആർഗൺ എന്ന് പറയുന്ന ഒരാൾ. ആർഗണിൻ്റെ അറ്റോമിക് നമ്പർ 18ആണ്. ആർഗൺ കഴിഞ്ഞാൽ പിന്നെ തൊട്ടപ്പുറത്ത് വരുന്ന ക്രിപ്റ്റോണിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 36 ആണ്. അപ്പോൾ ഈ 36 36 എന്ന് പറയുന്ന ക്രിപ്റ്റോണിനെ നമുക്കിതിലേക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ കൊബാൾട്ടിൻ്റെ താഴെ വരുന്ന ആൾ പിന്നെ ആരേ ഉള്ളൂ? AR എന്ന് പറയുന്ന ആർഗൺ മാത്രം. അപ്പോൾ ബ്രാക്കറ്റിൽ AR ഇട്ട് കഴിഞ്ഞാൽ ആ 1s2 2s2 18 ആകുന്നത് വരെ എഴുതുന്നതിന് പകരം AR എന്ന് എഴുതിയാൽ മതി. അപ്പോൾ 1s2 2s2 2p6 3s2 3p6 18ന് പകരമായി AR എന്ന് കൊടുത്തു. ബാലൻസ് പിന്നെ അതിനകത്ത് വരുന്നത് 3d7ഉം 4s2. ആ രണ്ടെണ്ണം കോമയോ മറ്റു ചിഹ്നങ്ങളൊന്നും ഞാൻ ഉപയോഗിച്ചില്ല. ബ്രാക്കറ്റ് കഴിഞ്ഞിട്ട് ഹൈഫൺ കൊടുത്തിട്ടില്ല. തൊട്ടത് ശേഷം ബാലൻസ് വരുന്ന 3d7 4s2 എന്നുകൂടെ ഇതിലേക്ക് ആഡ് ചെയ്താൽ ഇങ്ങനെ വേണമെങ്കിൽ ചുരുക്കി എഴുതാം. അപ്പോൾ ഈ 2 രൂപത്തിലും എഴുതാം. ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. വേണമെങ്കിൽ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസത്തെ ചുരുക്കി വേണമെങ്കിൽ എഴുതാം. ഒരു കുഞ്ഞു കാര്യം കൂടെ ഇതിലേക്ക് കണക്ട് ചെയ്ത് പറയുന്നു. ഇങ്ങനെയൊക്കെയാണ് 1s2 2s2 എഴുതേണ്ടതെങ്കിലും പീരിയോഡിക് ടേബിളിലെ ആദ്യത്തെ 30 പേരുടെ 1s2 2s2 മാത്രമേ നമ്മുടെ എക്സാമിനേഷൻ്റെ സിലബസിനകത്ത് വരികയുള്ളൂ. എന്നാൽ ഇതിനകത്ത് എഴുതുമ്പോൾ അതാ ഞാൻ ഈ ചുവന്ന മഷിയിൽ എഴുതിയിട്ടുള്ള 2 1s2 2s2 നിങ്ങൾക്ക് കാണാം. ഫസ്റ്റ് വൺ CU മീൻസ് കോപ്പർ എന്ന് പറയുന്ന ആൾ നമ്പർ 29ആണ്. സെക്കൻഡ് വൺ CR എന്ന് പറയുന്ന ആൾ ക്രോമിയം നമ്പർ 24ആണ്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ പീരിയോഡിക് ടേബിളിലെ ഈ ആദ്യ പാഠത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ഇത്. അപ്പം നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ട് തന്നെ ശ്രദ്ധിക്കണം. ഡൗട്ട് വരാവുന്ന ഏരിയ ആണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏരിയ. എല്ലാ വർഷവും ഏതെങ്കിലും ഒരു എക്സാമിനേഷന് ഇത് ക്വസ്റ്റ്യൻ ആയിട്ടുണ്ടാവും. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചു നോക്കണം. ഇവരുടെ 2 പേരുടെ കോപ്പറുണ്ട് ക്രോമിയം ഉണ്ട്, 29 ഉണ്ട് 24 ഉണ്ട്. ഇവരുടെ 1s2 2s2 എഴുതുമ്പോൾ ഒരല്പം ശ്രദ്ധിച്ചിട്ട് വേണം എഴുതാം. ചെറിയൊരു വ്യത്യാസം അവരതിനകത്ത് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സംശയം വരും, ഇതുപോലെ വേറെ ഏതെങ്കിലും ഉണ്ടോ? നമുക്ക് പഠിക്കാനുള്ള ആദ്യ 30നകത്ത് വ്യത്യാസമായി വരുന്നത് ഇവർ 2 പേരും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ശ്രദ്ധിച്ചാൽ മതി. കോപ്പർ എഴുതുമ്പോൾ 1s2 2s2 2p6 3s2 3p6 3p6 കഴിഞ്ഞാൽ 11 എണ്ണം ബാക്കി ഉണ്ടായിരുന്നു. നമ്മൾ പഠിച്ച നിയമപ്രകാരം ഊർജം കൂടി വരുന്ന ക്രമത്തിൽ എനർജി ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിൽ എഴുതുമ്പോൾ 3p6 കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ടത് 4sൽ 2 കൊടുത്തിട്ട് ബാലൻസ് വരുന്ന 9 ആയിരുന്നു 3Dയിൽ വരേണ്ടത്. എന്നാൽ കോപ്പറിനൊരു ഗുണം കിട്ടുന്നത് 3D എന്ന് പറയുന്ന 10 ഇലക്ട്രോൺസിനെ ഉൾക്കൊള്ളിക്കാവുന്ന ആ സബ്ഷെല് ഫുൾഫിൽ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ കോപ്പറിന് സ്റ്റെബിലിറ്റി കിട്ടും, സ്ഥിരത കിട്ടും എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ കോപ്പർ ഇവിടെ ചെയ്ത ഒരു അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് 4sൽ ഉണ്ടായിരുന്ന 2ൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ 3Dയിലേക്ക് ചേഞ്ച് ചെയ്തു. അപ്പോൾ ശരിക്കും വരേണ്ടത് 4s2 3d9 എന്നായിരുന്നു. ആ 4sൽ 1 ഇതിലേക്ക് കൊടുക്കുമ്പോൾ 3d10 4s1 എന്നായി വരും. ഇത് കോപ്പർ വരുത്തിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ CU 29ാം നമ്പറിൻ്റെ 1s2 2s2 എഴുതാൻ പറഞ്ഞാൽ ഇങ്ങനെ തന്നെ എഴുതണം, 3d10 4s1. അപ്പോൾ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ, സ്ഥിരത കൈവരിക്കാൻ വേണ്ടി കോപ്പർ ആറ്റം 4sൽ നിന്നും ഒരു ഇലക്ട്രോണിനെ 3D എന്ന് പറയുന്ന സബ്ഷെല്ലിലേക്ക് ഷിഫ്റ്റ് ചെയ്തതായിട്ട് കാണാം. അതേപോലെ വരുന്ന മറ്റൊരു പ്രത്യേകതയുള്ള ആളാണ് CR ക്രോമിയം എന്ന് പറയുന്ന 24ാം നമ്പറുകാരന്. ക്രോമിയത്തിൻ്റെത് നോക്കുമ്പോൾ 1s2 2s2 2p6 3s2 3p6 18 നമ്മൾ കവർ ചെയ്തു. ബാലൻസ് വരുന്നത് 6 ഇലക്ട്രോൺ ആണ്. 4sൽ 2 കൊടുത്ത് 3Dയിൽ 4ആണ് നിയമപ്രകാരം വരേണ്ടതെങ്കിലും കോപ്പറിന് നേരത്തെ മുഴുവൻ സ്ഥിരത കിട്ടിയ പോലെ ക്രോമിയത്തിൻ്റെ കേസിൽ Dയിൽ 10 കൊള്ളുമെങ്കിൽ ആ Dയെ 5ആക്കി നിലനിർത്തിയ ഹാഫ് സ്റ്റെബിലിറ്റി അർദ്ധസ്ഥിരത അറ്റൈൻ ചെയ്യാൻ, അർദ്ധസ്ഥിരത കിട്ടാൻ ക്രോമിയത്തിന് സാധിക്കും.
അപ്പോൾ ക്രോമിയം ചെയ്തൊരു അഡ്ജസ്റ്റ്മെൻറ്റ് 4s2 ഉണ്ടായിരുന്ന 2 ഇലക്ട്രോണിൽ നിന്നും 1 ഇലക്ട്രോണിനെ 3D ചേഞ്ച് ചെയ്തിട്ട് 3d4 എന്നുള്ളത് 3d5 എന്നാക്കി മാറ്റിയതായിട്ട് കാണാം. അപ്പോൾ കോപ്പറിൻ്റെ കേസിൽ സ്ഥിരത ഫുൾ സ്റ്റെബിലിറ്റി മുഴുവൻ സ്ഥിരത ലഭിക്കുമ്പോൾ ക്രോമിയത്തിന് ഹാഫ് സ്റ്റെബിലിറ്റി അർദ്ധസ്ഥിരത കിട്ടുന്നു. ഈ 2 എലമെൻറ്റ്സ്, ഈ 2 മൂലകങ്ങൾ മാത്രമാണ് ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മുടെ സിലബസിനകത്ത് വരുന്നത്. ബാക്കി ഏതും നമ്മൾ നേരത്തെ പറഞ്ഞ 1s2 2s2 ഓർഡറിലേക്ക് നിങ്ങൾക്ക് കവർ ചെയ്തതാണ്. ഇതുവരെ പറഞ്ഞതെല്ലാം ഓക്കെ ആയിട്ടുണ്ടാവുമെന്ന് ഒന്നുകൂടെ പ്രതീക്ഷിക്കും. നേരത്തെ പറഞ്ഞു നിർത്തിയതിൻ്റെ ബാക്കി പാഠഭാഗങ്ങളിലേക്ക് കവർ ചെയ്യാൻ പോവാണ്. ചാപ്റ്ററിൻ്റെ സെക്കൻഡ് സ്റ്റേജിലേക്ക് കിടക്കുക. ഒരു ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഭാഗമാണ്, നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇനി തുടർന്ന് അങ്ങോട്ട് പീരിയോഡിക് ടേബിളിനെ 4 പീസസ് ആക്കി 4 കഷ്ണങ്ങളാക്കി നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തെ 1, 2 ഗ്രൂപ്പുകൾ ഉൾപ്പെടുന്ന ആദ്യത്തേതിനെ എസ് ബ്ലോക്ക് എന്ന് പറയാം. സെൻട്രൽ വരുന്ന ഏരിയയെ ഡി ബ്ലോക്ക് എന്ന് പറയുന്നു. ലാസ്റ്റിൽ വരുന്ന 13 മുതൽ 18 വരെ ഗ്രൂപ്പുകൾ അടങ്ങുന്ന ഭാഗത്തിന് പി ബ്ലോക്ക് എന്ന് പറയുന്നു. താഴെ വരുന്ന ലാന്തനോയിഡുകൾ, ആക്ടിനോയിഡുകൾ എന്ന് പറയുന്ന 2 വരിയെ എഫ് ബ്ലോക്ക് എന്ന് പറയാം. നേരത്തെ കൊടുത്ത SPDF, ആദ്യം എസ്, പി ലാസ്റ്റിലേക്ക് വരുന്നു, സെൻട്രൽ ഡി വരുന്നു, താഴെ എഫ് വരുന്നു. ഇങ്ങനെ 4 ബ്ലോക്കുകളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി 1s2 2s2 എഴുതിയിട്ട് ഇവരെ ഏത് ബ്ലോക്കുകളിലേക്ക് സെറ്റ് ചെയ്യാമെന്ന് ഇങ്ങനെ നോക്കാം. ആദ്യ ബ്ലോക്ക് എസ് ബ്ലോക്കിൻ്റെ ഒരു 3 പ്രത്യേകത പറയാം. പൊതുവേ ഇവർക്ക് ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറവായിരിക്കും, ലോഹീയ സ്വഭാവം, മെറ്റാലിക് നേച്ചർ ഉണ്ടായിരിക്കും, ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുന്ന ആളുകളായിരിക്കും എന്നിങ്ങനെ സ്വഭാവമുള്ള ആളുകളാണ് എസ് ബ്ലോക്കുകൾ എന്ന് പറയുന്നത്. ദെൻ പി ബ്ലോക്ക്, എസ് കഴിഞ്ഞാൽ പിയിലേക്ക് വരാം. പി ബ്ലോക്ക് എന്ന് പറയുന്നത് ഒരുപാട് പ്രത്യേകതകൾ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. ഖരം, ദ്രാവകം, വാതകാവസ്ഥയിലുള്ള ആളുകളാണ്, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് സ്റ്റേറ്റ് എലമെന്റ്സ്. ദെൻ ഇലക്ട്രോ നെഗറ്റിവിറ്റി, ഇലക്ട്രോ പോസിറ്റിവിറ്റി, കൊടുക്കുന്നവരും ഉണ്ടാവാം, വാങ്ങുന്നവരും ഉണ്ടാവാം. പിന്നെ അവരുടെ പ്രത്യേകത ലോഹങ്ങൾ, അലോഹങ്ങൾ, ഉപലോഹങ്ങൾ, മെറ്റൽസ്, മെറ്റലോയിഡ്സ്, ഉപലോയിഡ്സ്. മെറ്റലോയിഡ്സ് എന്ന് പറയുന്ന, ഉപലോഹങ്ങൾ എന്ന് പറയുന്ന 3 വിഭാഗം കാറ്റഗറി ഇതിനകത്തേക്ക് വരുന്നു. ഡി ബ്ലോക്ക് എന്ന് പറയുന്ന പൊതുവെ ഒരു സാമ്യമുള്ളതാണ്. എല്ലാ മൂലകങ്ങൾക്കും, എല്ലാ എലമെന്റ്സിനും ഒരു ഐക്യമുണ്ട്. ഡി ബ്ലോക്ക് എല്ലാവരും ലോഹങ്ങളാണ്, എല്ലാവരും സ്വഭാവത്തിൽ സാമ്യത കാണിക്കുന്നവരാണ്, പ്രോപ്പർട്ടീസിൽ സിമിലാരിറ്റീസ് കാണിക്കുന്നു. എഫ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഇതിനകത്ത് വരേണ്ടത് തന്നെ ഉൾപ്പെടുത്തേണ്ടവരായിരുന്നു, സ്പേസിനനുസരിച്ച് താഴേക്ക് മാറ്റി എഴുതിയതാണ്. എഫ് ബ്ലോക്കിന്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ ആദ്യ റോയിൽ വരുന്ന ലാന്തനോയിഡ്സ് എന്ന് പറയുന്നത് റയർ എർത്ത്, ഭൂമിയിൽ അപൂർവങ്ങൾ എന്നറിയപ്പെടുന്നു. സെക്കൻഡ് റോയിൽ വരുന്ന ആക്ടിനോയിഡ്സ് എന്ന് പറയുന്നത് റേഡിയോ ആക്റ്റീവ് ആണ്, മനുഷ്യനിർമ്മിതമാണ്, ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയ ചില എലമെന്റ്സ് ഒക്കെ അതിനകത്തേക്ക് വരുന്നതാണ്. ഇവരുടെ മറ്റൊരു പ്രത്യേകത കാറ്റലിസ്റ്റ് ആയിട്ട്, ഉൽപ്രേരകങ്ങളായിട്ട് പെട്രോളിയം ഇൻഡസ്ട്രീസിൽ, പെട്രോളിയം വ്യവസായത്തിലൊക്കെ ഉപയോഗിക്കുന്നു എന്ന് പറയാം. ഇങ്ങനെയാണ് ബ്ലോക്കുകളുടെ പ്രത്യേകതകൾ. ഒട്ടനവധി പ്രത്യേകതകൾ പീരിയോഡിക് ടേബിൾ ബേസ് ചെയ്തിട്ട് നമുക്ക് നീട്ടാവുന്നതാണ്. ഇനി 1s2 2s2 നോക്കിയിട്ട് പീരിയോഡിക് ടേബിളിലെ കറക്റ്റ് പൊസിഷൻ ഏത് ബ്ലോക്കിൽ, ഏത് പീരിയഡിൽ, ഏത് ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നു എന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. എഫ് ബ്ലോക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാനില്ല 10th. ആദ്യത്തേത് NA എന്ന് പറയുന്ന എലമെന്റ് ശ്രദ്ധിച്ചോ. 1s2 2s2 2p6 3s1 ഇങ്ങനെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി വരുമ്പോൾ ലാസ്റ്റിൽ എസ്സിലാണ് ഇലക്ട്രോൺ കൊടുത്തതെങ്കിൽ ആ മൂലകം, ആ എലമെന്റ് എസ് ബ്ലോക്കിലായിരിക്കും. അതുകൊണ്ടാണ് താഴെ ബ്ലോക്ക് സമം എസ് എന്ന് എഴുതിയിട്ടുള്ളത്. ഇനി പീരിയഡ് എന്ന് പറഞ്ഞ വരി എത്രാമത്തെ പീരിയഡിലാണ് പീരിയോഡിക് ടേബിളിൽ ആളുടെ പൊസിഷൻ, റോ എത്രാമത്തെ പീരിയഡിൽ ഉണ്ടാവുക. ഈ എഴുതിയ കൂട്ടത്തിൽ അക്ഷരങ്ങളുടെ തൊട്ടുകൂടെ എഴുതുന്നതിനാണ് ഷെൽ നമ്പർ എന്ന് പറയാൻ നേരത്തെ ഞാൻ പറഞ്ഞു. കൂട്ടത്തിൽ വലിയ സംഖ്യ ഏതാണോ അതായിരിക്കും ആളുടെ പീരിയഡ് നമ്പർ. നമുക്ക് നോക്കാം. ഈ വരിയിലെ വലിയ സംഖ്യ എന്ന് പറയുന്നത് 3 ആണ്. മുകളിൽ എഴുതുന്ന നമ്പർ അല്ല, കൂടെ എഴുതുന്നതിൽ. അപ്പോൾ ആള് പീരിയോഡിക് ടേബിളിനകത്ത് 3ാമത്തെ പീരിയഡിലായിരിക്കും ആളുടെ പൊസിഷൻ ഉണ്ടാകുക, 3ാമത്തെ വരിയിലായിരിക്കും. ഇനി ആൾ ഇതാ ഇങ്ങനെയുള്ളതിനാണ് ഗ്രൂപ്പ് എന്ന് പറയാം. 18 ഗ്രൂപ്പുകളുണ്ട്. ഈ എലമെന്റ്, ഈ മൂലകം ഏത് ഗ്രൂപ്പിലാണ് ഉൾപ്പെടുക എന്നുള്ളത് നിങ്ങൾ എഴുതി വന്ന അവസാനത്തെ എസ്സിലാണ് അവസാനിച്ചതെങ്കിൽ ആ എസ്സിന് മുകളിൽ വരുന്ന സംഖ്യയുടെ ആ നമ്പറിലുള്ള ഗ്രൂപ്പിലാണ് ഉണ്ടാവുക. എസ്സിന്റെ മുകളിൽ 1 ആണ്. അപ്പോൾ ആൾ ഫസ്റ്റ് ഗ്രൂപ്പിലാണ് ഉണ്ടാവുക എന്ന് മനസ്സിലാക്കാം. ഇത് എസ്സിൽ അവസാനിക്കുന്ന ആളുകളുടെ പ്രത്യേകത. ബ്ലോക്ക് എസ്, പീരിയഡ് 3, ഗ്രൂപ്പ് 1. ഇനി ഇത് പിയിലാണ് അവസാനിക്കുന്നതെങ്കിൽ വേറെ രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓരോന്നും ഓരോ തരത്തിലാണ്. നിങ്ങൾ എഴുതി വരുമ്പോൾ ലാസ്റ്റ് ഇലക്ട്രോൺ മാർക്ക് ചെയ്ത് പിയിലാണെങ്കിൽ ആൾ പി ബ്ലോക്ക് എലമെന്റ്, പി ബ്ലോക്കിനകത്ത് വരുന്ന മൂലകമായിരിക്കും. ആളുടെ കൂട്ടത്തിലെ വലിയ സംഖ്യ നമുക്ക് ചെക്ക് ചെയ്താൽ കാണാം 3 ആണ്. അപ്പോൾ പീരിയഡ് നമ്പർ 3 ആണ്. 3ാമത്തെ പീരിയഡിൽ 3ാമത്തെ വരിയിലാണ് ആളുണ്ടാവുക. ഗ്രൂപ്പ് കാണുമ്പോൾ എസ്സിൽ മുകളിലുള്ള സംഖ്യയാണെങ്കിൽ പിയിലാണ് അവസാനിച്ചതെങ്കിൽ അവസാനത്തിൽ വരുന്ന സംഖ്യയുടെ കൂടെ 12 ചേർക്കണം. 12 എന്നുള്ളത് കോൺസ്റ്റന്റ് ആണ്, സ്ഥിര സംഖ്യയാണ്, അത് മാറില്ല.
5ലേക്ക് 12 കൂട്ടുമ്പോൾ 17. അപ്പോൾ ഇങ്ങനെയുള്ള 17ാമത്തെ കളിയിൽ ഒരു ഏകദേശം ഈ ഭാഗത്തായിട്ട് ഇത് 18ാമത്തെ കോളമാണെങ്കിൽ 17ാമത്തെ ഗ്രൂപ്പിലായിട്ടാണ് ഈ മൂലകണ്ട. അപ്പോൾ ഒന്നുകൂടെ പറയാം, പിയിൽ അവസാനിച്ച പി ബ്ലോക്ക്, കൂട്ടത്തിലെ വലിയ സംഖ്യ, ഷെൽ നമ്പർ 3 പീരിയഡ്, മുകളിലുള്ള സംഖ്യയിലേക്ക് +12 12 ആഡ് ചെയ്ത് ഗ്രൂപ്പ് എഴുതിയിട്ടുണ്ട്. 2 മൂലകങ്ങൾ കഴിഞ്ഞു. തേർഡ് എലമെന്റ് കൊബാൾട്ട് 27, 3d7 4s2 എന്നാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എഴുത്തിൻ്റെ അവസാനം എസ് ആണ് വന്നതെങ്കിലും ഫോറസിൽ കൊടുത്തിട്ട് ബാലൻസ് അവസാനം നമ്മൾ കൊടുത്തത് 3D-യിലായിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടാവണം, 3D-യിലേക്ക് അവസാനമാണ് കൊടുത്തത്. അപ്പോൾ ലാസ്റ്റ് ഇലക്ട്രോൺ വന്നത് D-യിലായതുകൊണ്ട് ബ്ലോക്ക് D ആയിരിക്കും. പഠിക്കാൻ പ്രയാസം ഉണ്ടെങ്കിൽ ഈ തന്ന 1s 2s 10th സിലബസ് പ്രകാരം D ഉണ്ടോ എന്നത് D ബ്ലോക്ക് ആയിരിക്കും. അത് ലാസ്റ്റിൽ തന്നെ വേണമെന്നില്ല, അങ്ങനെയെങ്കിലും ഒരു പഠിച്ചു വെച്ചോ. അപ്പോൾ 3D വന്നതുകൊണ്ട് ഇത് D ബ്ലോക്ക് ആണ്. കൂട്ടത്തിൽ വലിയ സംഖ്യ 4 ആണ്, 4ാമത്തെ പീരീഡിലാണ്. ഗ്രൂപ്പ് ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ ഗ്രൂപ്പാണ് പ്രശ്നം, ഇതിന് വേറെ ഇതിന് വേറെ ടെക്നിക്കിൽ 3D വരുന്ന 1s 2s 2 ആണെങ്കിൽ അതിൽ ഗ്രൂപ്പ് കണ്ടെത്താൻ ലാസ്റ്റിൽ വരുന്ന ഈ 2 എണ്ണം 3d7 4s2, ഈ 2 എണ്ണത്തിൻ്റെ ഫോറസിൻ്റെ 3D ഇലക്ട്രോൺസ് കൂട്ടുക, 7 കൂട്ടണം 2 = 9. അപ്പോൾ ഇവിടെ ആണെങ്കിൽ എസിന് മുകളിലുള്ളത്, ഇവിടെയാണെങ്കിൽ 12 കൂട്ടുക, പിയിലാണെങ്കിൽ 12 കൂട്ടുക, എസിലാണെങ്കിൽ എസിൻ്റെ മുകളിലുള്ള സംഖ്യ. 3D ഫോറസ് വരുന്നതാണെങ്കിൽ ലാസ്റ്റിലുള്ള 2 എണ്ണം കൂട്ടിയിട്ട് എല്ലാത്തിൻ്റെയും 3D വരുന്ന എല്ലാത്തിൻ്റെയും കൂടെ ഫോറസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ സംശയം വേണ്ട, കൂട്ടിയ 9 എന്നിലേക്ക് എത്തും. ഇങ്ങനെയാണ് ബ്ലോക്ക്, പീരീഡ്, ഗ്രൂപ്പ്, പീരിയോഡിക് ടേബിളിൽ ഇവരുടെ കറക്റ്റ് പൊസിഷൻ കണ്ടെത്തുന്നത്. എങ്ങനെ നോക്കാം. എഫ് നമുക്ക് പഠിക്കാനില്ല. അപ്പോൾ ഇതിനകത്ത് ഡി ബ്ലോക്ക് ആണ് നമുക്ക് ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. ഒരുപാട് പ്രത്യേകതകളിലാണ് ഡി ബ്ലോക്ക്. അവരുടെ ആദ്യ പ്രത്യേകത, ഇതിനകത്തുള്ള എല്ലാവർക്കും സ്വഭാവത്തിൽ സാമ്യതയുണ്ട് എന്നുള്ളത്. ഒരേ സ്വഭാവമായിരിക്കും. അതിൻ്റെ റീസണ് ഇലക്ട്രോൺ വിന്യാസത്തിൻ്റെ അവസാനം നോക്കിയിട്ടാണ് സ്വഭാവം തീരുമാനിക്കുക. അപ്പോൾ ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ എല്ലാവരുടെ അവസാനത്തിലും 3D ഫോറസും ആയിരിക്കും എന്ന് നേരത്തെ ഞാൻ പറഞ്ഞു. അതെല്ലാം അങ്ങനെ തന്നെ എസിലും ഡിയിലുമാണ് അവസാനിക്കുക. അപ്പോൾ ഔട്ടർ മോസ്റ്റ്ലി SD എന്ന് പറയുന്ന ഈ ഒരു സാമ്യം, ഈ ഒരു ഐക്യം, ഈ ഒരു സിമിലാരിറ്റിയാണ് സ്വഭാവത്തിലെ നേച്ചറിൽ ഇവർക്ക് എല്ലാവർക്കും സിമിലർ പ്രോപ്പർട്ടീസ് വരാനുള്ള കാരണം, ഐക്യം വരാനുള്ള കാരണം എന്നുള്ളത് കൂട്ടത്തിൽ ഫസ്റ്റ് പോയിന്റായിട്ട് ഓർമ്മിപ്പിക്കുന്നു. സെക്കൻഡ് പോയിന്റ് ആണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഡി ബ്ലോക്കിൻ്റെ അടുത്ത പ്രത്യേകത, വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, അതായത് വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ എന്ന് പറയും. പല രീതിയിൽ ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കാൻ കഴിയുമെന്നർത്ഥം. ഒരു ഉദാഹരണം നിങ്ങൾക്ക് കെട്ടുപരിചയമില്ലാത്തൊരു കാര്യമാണ് CU എന്ന് പറയുന്ന മൂലകം. CUവിന് 1 ഇലക്ട്രോണിനെയും കൊടുക്കാനുള്ള കഴിവുണ്ട്, 2 ഇലക്ട്രോണിനെയും കൊടുക്കാനുള്ള കഴിവുണ്ട്. തൊട്ടപ്പുറത്ത് വേറെ എക്സാമ്പിൾ പറയാം. MN എന്ന് പറയുന്ന മാംഗനീസ് എന്ന് പറയുന്ന ആൾക്ക് 2 ഇലക്ട്രോണിനെയും കൊടുക്കാനുള്ള കഴിവുണ്ട്, 3 കൊടുക്കാനുള്ള കഴിവുണ്ട്, 4 ഇലക്ട്രോൺസിന് വിട്ടു കൊടുക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് ഈ ലാസ്റ്റിൽ 3D ഫോറസ് ഇവർക്കിടയിലുള്ള എനർജി ഗ്യാപ്പ്, ഡിസ്റ്റൻസ് കുറവായതുകൊണ്ട് ഇവർക്ക് വേണമെങ്കിൽ 3D വരുന്ന ഡി ബ്ലോക്ക് എലമെൻസിന് എല്ലാവർക്കും, ഡി ബ്ലോക്ക് മൂലകങ്ങൾക്ക് എല്ലാവർക്കും ഫോറസിൽ നിന്നും ഇലക്ട്രോൺസ് കൊടുക്കുക, 3Dയിൽ നിന്നും ഇലക്ട്രോൺസ് കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് പലതരത്തിൽ ഇലക്ട്രോൺസ് കൊടുക്കും എന്നുള്ളതിന് പറയുന്ന പോയിന്റാണ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ. എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഇതെങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുക? എക്സാമിനേഷന് ക്വസ്റ്റ്യൻ ഉണ്ടാവും CuCl2 എന്നതിലെ CUവിൻ്റെ ഓക്സീകരണാവസ്ഥ. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് Cl, നമുക്കറിയാം Clൻ്റെ നമ്പർ 17 ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2,8,7 വരും. അപ്പോൾ ആളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഓക്സീകരണാവസ്ഥ എന്ന് പറയുന്നത് -1 ആണ്. അതിനർത്ഥം Clന് 1 ഇലക്ട്രോൺ വേണം. അങ്ങനെയാണെങ്കിൽ Cu എത്ര ഇലക്ട്രോൺ ആണ് കൊടുത്തത് എന്നാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ Cuവിൻ്റെ കൂടെ 2 Cl ഉള്ളതുകൊണ്ട് 2 ഇൻറ്റു Clൻ്റെ വേണ്ട സംഖ്യ -1 ആണ്. 2 ഇൻറ്റു -1 = 0. പ്രോബ്ലം ചെയ്ത് വരുമ്പോൾ Cu + 2 ഇൻറ്റു -1 = -2 0. ഈ -2ൻ്റെ സമത്തിൻ്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ +2 എന്ന് എഴുതാം. മൈനസ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ പ്ലസ്. അതിനർത്ഥം CuCl2 എന്ന് പറയുന്ന ഈ കോമ്പൗണ്ടിനകത്ത് Cuവിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, Cuവിൻ്റെ ഓക്സീകരണാവസ്ഥ എന്ന് പറഞ്ഞാൽ +2. Cu 2 ഇലക്ട്രോണിനെയാണ് Clന് വിട്ടുകൊടുത്തത് എന്നർത്ഥം. ഇനി മറ്റൊരു എക്സാമ്പിൾ ഡൗട്ടുള്ള പിള്ളേർക്ക് വേണ്ടി പറയാം. MnO2, മാംഗനീസ് ഡയോക്സൈഡ് എന്ന് പറയുന്ന MnO2-നകത്ത് ഓയുടെ നമ്പർ നമുക്ക് എല്ലാവർക്കും പറയാം 8 ആണ്. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 26 എന്നാണ് വരാറ്. 8 എഴുതുമ്പോൾ 2,6 എന്ന് വരും. ലാസ്റ്റ് ഷെല്ലിൽ 6 ആയതുകൊണ്ട് ഓക്സിജന് വേണ്ടത് 2 ഇലക്ട്രോൺ വേണം. സ്റ്റേബിൾ ആവാൻ, സ്ഥിരത കൈവരിക്കാൻ, 8 ആക്കാൻ 2 ഇലക്ട്രോൺ കൂടി വേണമെന്നർത്ഥം. അപ്പോൾ Mn + 2 ഓക്സിജൻ ഉണ്ട്, 2 ഇൻറ്റു ഓക്സിജന് വേണ്ടത് 2 ആയതുകൊണ്ട് -2, ക്ലോറിൻ 1 ആയതുകൊണ്ട് -1, ഓക്സിജന് 2 ആയതുകൊണ്ട് -2 = 0. Mn + 2 × -2 -4 = 0. Mn ഈ -4 ഇങ്ങോട്ടേക്ക് വരുമ്പോൾ +4. ഇതിനർത്ഥം
MnO2 എന്ന് പറയുന്ന കോമ്പൗണ്ടിനകത്ത് Mn-ന് 4 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. 4 ഇലക്ട്രോൺ O2-ന് കൊടുത്തു എന്നർത്ഥം. ഇതിൽ Cl2-ന് Cu 2 ഇലക്ട്രോണാണ് കൊടുത്തത് എന്നർത്ഥം. ഇങ്ങനെ ഇവർക്ക് ഇതല്ലാത്തതുമായിട്ടുള്ള പല രൂപത്തിൽ ഇലക്ട്രോൺസ് കൊടുക്കാനുള്ള കഴിവുണ്ട്. ആ എണ്ണം എത്രയാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് പഠിക്കണം എന്ന് കൂടെ ആവർത്തിക്കുന്നു. ഒരു കുഞ്ഞു കാര്യം കൂടെ നമ്മൾ ഇതിലേക്ക് ആവർത്തിച്ച ലാസ്റ്റ് ടോപ്പിക്കാണ്. ഇതിലൂടെ കവർ ചെയ്ത ചാപ്റ്റർ നമുക്ക് അവസാനിച്ചതായിട്ട് പറയാം. ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കണം. Fe-യുടെ നമ്പർ 26 ഒരു പ്രത്യേകതയുള്ള ടോപ്പിക്കാണ്. 26 വരുമ്പോൾ 1s2 2s2 2p6 3s2 3p6 3d6 4s2 ഇങ്ങനെയാണ് സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതേണ്ടത്. നമ്മൾ പഠിച്ച കാര്യമാണ്. എന്നാൽ എക്സാമിന് ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരും Fe3+. ഇതിൻ്റെ 1s2 2s2 എഴുതാം. Fe3+ൻ്റെ 1s2 2s2 എഴുതാം. അപ്പോൾ അതിലാദ്യം മനസ്സിലാക്കേണ്ടത് പ്ലസ് കണ്ട കൂടുതലുണ്ട് എന്നല്ല അർത്ഥം. 3+ എന്ന് പറഞ്ഞാൽ 3 എണ്ണം Fe-യുടെ കൈവശം കുറവാണ് അർത്ഥം. Fe ഇതാണെങ്കിൽ ഇതിൽ നിന്ന് 3 എണ്ണം മൈനസ് ചെയ്തിട്ട് കുറച്ചിട്ട് എഴുതാം. അങ്ങനെ എഴുതുമ്പോൾ ലാസ്റ്റിലുള്ളത് 4s അല്ലേ? 4s എന്ന് നമുക്ക് 2 മൈനസ് ചെയ്യാം. 3 എണ്ണമാണ് ടോട്ടൽ ഒഴിവാക്കേണ്ടത്. അപ്പോൾ 4s എന്ന് 2 എടുത്തിട്ട് പിന്നെ 3D എന്ന് 1 കൊടുക്കുക. ആദ്യം കളയേണ്ടത് 4s എന്നാണ്. 4sലെ 2ഉം 3D എന്ന് 1 കൊടുത്ത് ടോട്ടൽ 3 കവർ ചെയ്താൽ ഇവിടെ 3d6 എന്നുള്ളത് നമ്മൾ എഴുതി വരുമ്പോൾ 3d5 അവസാനിക്കും. 4sലെ ഇലക്ട്രോൺസ് ഒഴിവാക്കിയത് കൊണ്ട് ഇവിടെ 4s എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ അല്ലേ? അപ്പോൾ ഒന്നുകൂടെ പറയാം. 3d6 4s2 3 ഇലക്ട്രോൺസ് മൈനസ് ചെയ്യുമ്പോൾ 4sലെ 2 3Dയിൽ 1 മൈനസ് ചെയ്തിട്ട് എഴുതി. ഇനി ഒരു എക്സാമ്പിൾ ഇവിടെ പറയുന്നത് Mn4+. Mn-ന്റെ നമ്പർ 25 എഴുതി വരുമ്പോൾ ഔട്ടർ മോസ്റ്റിൽ ഇവിടെ ശരിക്കും ഇത് വരേണ്ടത് 3d5 4s2 എന്നായിരുന്നു. 3d5 4s2 അതിനകത്തുനിന്ന് 4 എണ്ണം മൈനസ് ചെയ്യണം. 4 എണ്ണം മൈനസ് ചെയ്യുമ്പോൾ 4s2 എന്ന് 2 നമ്മൾ മൈനസ് ചെയ്യുന്നു. 3d5 എന്നൊരു 2 മൈനസ് ചെയ്യുന്നു. അപ്പോൾ 3d5 എന്ന് 2 കൂടെ മൈനസ് ചെയ്താൽ 3d5 എന്നുള്ളത് 3d3. ഇത്ര വരെ എഴുതിയിട്ട് നിർത്താം. ഇങ്ങനെയാണ് അയോണുകളുടെ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നത്. ഇനി എക്സാമിനേഷന് ക്വസ്റ്റ്യൻ വരുന്നത് 2 3 ഇതേപോലെയുള്ള 1s2 2s2 തന്നിട്ട് താഴെ ബ്ലോക്ക് പീരീഡ് ഗ്രൂപ്പുകൾ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് വന്നേക്കാം. ഇതേപോലെയുള്ള അയോണുകളുടെ ക്വസ്റ്റ്യൻസ് വന്നേക്കാം. ഇതേപോലെ വ്യത്യസ്ത ഓക്സീകരണ അവസ്ഥയുടെ നമ്പർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ക്വസ്റ്റ്യൻ വന്നേക്കാം. ഏത് ബ്ലോക്കിലാണെങ്കിൽ ആ ബ്ലോക്കിൻ്റെ പ്രത്യേകതകൾ കവർ ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വന്നേക്കാം. അപ്പോൾ ഇതിനൊക്കെ മാക്സിമം കൂടുതൽ എക്സാമ്പിൾസ് കവർ ചെയ്തുകൊണ്ട് നമുക്ക് എത്രത്തോളം ഇതിനെ സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം നമുക്ക് ചാപ്റ്ററിനെ ഈസി ആക്കാൻ പറ്റും. സിമ്പിൾ ചാപ്റ്ററാണ്. കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ട, കുറഞ്ഞ ബുദ്ധിയോടുകൂടി കുറഞ്ഞ പരിശ്രമത്തോടു കൂടിയിട്ട് തന്നെ ചാപ്റ്റർ നമുക്ക് ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതാണെന്ന് ആവർത്തിച്ചുകൊണ്ട് ചാപ്റ്റർ നമുക്കിവിടെ സമർപ്പിച്ചു കൊടുക്കാം.